മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ജപമാല രാജ്ഞി എന്ന് പറയുന്ന ആത്മീയ കൃപയുടെ ഈ മണിക്കൂറിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കുകയാണ്. വലിയ സന്തോഷത്തോടും വലിയ കൃപയോടും കൂടിയാണ് നമ്മൾ ഓരോരുത്തരും ഈ ഒരു മാസത്തെ നേരിടുന്നത്. എന്ന് പറഞ്ഞാൽ പരിശുദ്ധ അമ്മ, ഈ ഒരു പേര് തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ജപമാല രാജ്ഞി എന്നാണ് പറയുന്നത്. ഞാൻ ഈ ഒരു ശുശ്രൂഷയ്ക്കായിട്ട് വരുമ്പോൾ പരിശുദ്ധ അമ്മ തന്ന തിരുവചന ഭാഗം ഇങ്ങനെയാണ്: അവൾ രാജ്ഞിയായി നിന്റെ അടുത്ത് നിൽക്കുന്നതാണ്. അങ്ങനെയാണ് വചനം പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം 45-ാം അധ്യായത്തിലൊക്കെ നമ്മൾ കാണുന്ന ഒരു തിരുവചന ഭാഗം ഇങ്ങനെയാണ്: 45:9 ഓഫീർ സ്വർണ്ണമണിഞ്ഞ രാജ്ഞി നിന്റെ അടുത്ത് നിൽക്കും. പിന്നെ ഈ ഒരു ശുശ്രൂഷയിൽ ജപമാല രാജ്ഞി എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നവർ ആഗ്രഹിക്കുക, പരിശുദ്ധ മറിയം ഒരു രാജ്ഞിയെപ്പോലെ നിന്റെ അടുത്ത് നിൽക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. നമ്മുടെ മനതാരിൻ്റെ സംഗീതമാണ് അവൾ. നീ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചാൽ അമ്മ നിന്റെ ജീവിതത്തിൻ്റെ സങ്കടങ്ങൾ എടുത്തു മാറ്റും. നിന്റെ ജീവിതത്തിൽ നീ ഇന്നേ വരെ അറിയാത്ത കൃപകളിലേക്ക് നീ ഉയർത്തപ്പെടും. അപ്പോൾ നമുക്ക് ഈ സമയത്ത് ഗായക സംഘത്തോട് ചേർന്ന് പരിശുദ്ധ മറിയമേ, മനതാരിൻ്റെ സംഗീതമായ അമ്മ എൻ്റെ കൂടെ വരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ജപമാല രാജ്ഞി എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിൻ്റെ ആദ്യ ഭാഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. മരിയാമ്പികേ, മനതാരിൽ നീ മറയാത്ത മഴവില്ലല്ലോ. ആത്മാവിലെ അൾത്താരയിൽ പൊലിയാത്ത പൊൻതൂവല്ലോ. ആരോരുമില്ലാത്ത നേരങ്ങളിൽ കണ്ണീരു തൂവുന്ന യാമങ്ങളിൽ ഹൃദയം നിറവോടെയോർക്കും അമ്മേ കനിവുള്ള നിൻ സ്നേഹരൂപം. മരിയാമ്പികേ, മനതാരിൽ നീ മറയാത്ത മഴവില്ലല്ലോ. മാതാവിൻ്റെ വലിയ സാന്നിധ്യത്തിന് ആഗ്രഹിക്കുക. അനേക മക്കള് ഈ സമയത്ത് കരങ്ങളിൽ ജപമാലയെടുത്ത് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. ജപമാല ഒരു ആയുധമായി മാറുന്ന അമ്മയുടെ കൃപകളാൽ നിറയപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ച് ഏതെങ്കിലും രോഗപീഠകൾ, സാമ്പത്തിക പ്രതിസന്ധികളെല്ലാം വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിച്ച് ഈ ഈരടികളോട് ചേർന്ന് പ്രാർത്ഥിക്കും. കൃപയാർന്ന നൽ പൂങ്കാവനമേ, വ്രതമേറ്റവിൻ അടിയാട്ടി നീ, നൃപനേശുവിൻ പ്രിയനായി ഞാൻ ഇനി മാറുവാൻ തുണയേകണേ. മിഴിപൂത്തു നിൽപ്പൂ നിൻ മുന്നിൽ അമ്മേ, തളിരിട്ട സ്വർഗീയ കൃപ നീ. മിഴിപൂത്തു നിൽപ്പൂ നിൻ മുന്നിൽ അമ്മേ, തളിരിട്ട സ്വർഗീയ കൃപ നീ. സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മയോട് നീ പ്രാർത്ഥിച്ചാൽ നിനക്ക് കിട്ടുന്ന ഒരു വലിയ കൃപയൊന്ന് ഓർത്താൻ നല്ലതാണ്. ഈ ഈരടികളോട് ചേർന്ന് പാടുന്ന സമയത്ത് തന്നെ വിൺമന്നതൻ പൊൻപാത്രമേ, കൺമുന്നിലേ ഉഷതാരമേ, കർത്താവിന് പ്രിയദാസിനി, ഈ ദാസന് പ്രിയമാദനീ. കൈകൂപ്പി നിൽപ്പൂ നിൻ മുന്നിൽ അമ്മേ, തേൻ ചോരും സ്വർഗീയ കനി നീ. മരിയാമ്പികേ, മനതാരിൽ നീ മറയാത്ത മഴവില്ലല്ലോ. ആത്മാവിലെ അൾത്താരയിൽ പൊലിയാത്ത പൊൻതൂവല്ലോ. ആരോരുമില്ലാത്ത നേരങ്ങളിൽ കണ്ണീരു തൂവുന്ന യാമങ്ങളിൽ ഹൃദയം നിറവോടെയോർക്കും അമ്മേ കനിവുള്ള നിൻ സ്നേഹരൂപം. ഹൃദയം നിറവോടെയോർക്കും അമ്മേ കനിവുള്ള നിൻ സ്നേഹരൂപം. വിശാൽ സ്നേഹമുള്ളവരെ, നമ്മൾ ഈരടികളിൽ കേട്ടതുപോലെ മഴവില്ല് പോലെയും പൂ പോലെയും പരിശുദ്ധ അമ്മ നമ്മളിങ്ങനെ നിറയുന്ന ഒരു അനുഭവമാണ്. നമ്മൾ ആ കാനായിലെ അത്ഭുത സമയത്ത് നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? മഴവില്ല് പോലെ പരിശുദ്ധ അമ്മ ഇടപെടാണ്. നിന്റെ ജീവിതത്തിൽ ഒരു പക്ഷേ നീ തകർന്നിരിക്കുന്ന മനുഷ്യനാണെങ്കിൽ, ഏതെങ്കിലുമൊക്കെ രീതിയിൽ കണ്ണീരിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവനാണെങ്കിൽ, നീ അമ്മയെ ചേർത്ത് പിടിക്കാൻ തുടങ്ങുമ്പോൾ അമ്മ നിന്റെ ജീവിതത്തിൽ മഴവില്ലുപോലെ ഇങ്ങനെ തെളിയും.
നിന്റെ ജീവിതത്തിൽ ഒരു പൂവിൻ്റെ സുഗന്ധം നൽകി നിന്നെ ഇങ്ങനെ ചേർത്ത് അമ്മ ഇങ്ങനെ പിടിക്കും. ഞാൻ ഈ കാനായിൽ അത്ഭുതങ്ങളുടെ സമയങ്ങളിലൊക്കെ ചിന്തിക്കുന്ന ഒരു കഥാപാത്രം എന്ന് പറയുന്നത് അത് ആ മണ്ണ് പോലെ ഇരിക്കുന്ന ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കൽഭരണി ഒന്നിനും കൊള്ളാത്തതാണെന്ന് നമുക്കറിയാം. എന്തിനാണ് കൽഭരണി കൊള്ളുക? യഹൂദരുടെ പാരമ്പര്യം അനുസരിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: കൽഭരണികൾ സാധാരണ ഉപയോഗിക്കുന്നത് അതിങ്ങനെ കാല് കഴുകുന്നതിന്, അതുപോലെ തന്നെ ശുദ്ധീകരണ കർമ്മത്തിനൊക്കെ അത്രയൊന്നും വിലയില്ലാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് അതിങ്ങനെ മാറ്റി നിർത്തിയിരിക്കുന്നത്. ഉള്ളിലല്ല. നമുക്കറിയാം, നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ നമ്മളുടെ വീടിൻ്റെ അകത്താണ് പ്രതിഷ്ഠിക്കുക. പക്ഷെ ഇത് വീടിൻ്റെ അകത്തല്ല, പുറത്താണ്. ഇങ്ങനെ കയറി വരുന്ന സമയത്ത് ചെളിയോ മണ്ണോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കഴുകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കൽഭരണി. അപ്പം ഞാൻ ഈ ഒരു ഭാഗം വായിക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നാറുണ്ട്, ഒരുപക്ഷെ ഈ ഒരു വചനം കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഈ ജപമാല രാജ്ഞി എന്ന് പറയുന്ന ഈ പ്രോഗ്രാം ഒക്കെ കാണുന്ന നമ്മുടെ ജീവിതമൊന്നും ഉള്ളിൽ പ്രവേശിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അവസ്ഥകളുള്ളവരാണ്. ഹൃദയത്തിലും മറ്റുള്ളവരുടെ ഹൃദയത്തിൽ, മറ്റുള്ളവരുടെ വീട്ടിൽ, മറ്റുള്ളവരുടെ ഉള്ളിലൊന്നും ഒരു സ്ഥാനവും ഇല്ലാത്ത മനുഷ്യരൊക്കെ ആയിരിക്കും നമ്മൾ. ഇപ്പം ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ആരോടൊക്കെയോ പരിശുദ്ധ അമ്മ പറയുന്നുണ്ട്, നിനക്ക് ആരും ഒരു വില തന്നിട്ടില്ലേ? നിന്റെ ജീവിതത്തിൽ ആരും ഇന്നേ വരെ നിന്നെ ചേർത്ത് പിടിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ? സാരമില്ല, ഇന്ന് എൻ്റെ മക്കൾ ഈ ജപമാല എടുക്കാൻ തുടങ്ങിയ, അമ്മയോട് ചേർന്ന് ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ കൽഭരണികളിൽ സംഭവിച്ചതുപോലെ ഒരു പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ സംഭവിക്കും. മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കും: മാതാവേ, എൻ്റെ ജീവിതം കൽഭരണി പോലെയാണ്, പൊട്ടിയ കൽഭരണി. വെയിലേറ്റ് മഴ കൊണ്ട് നനഞ്ഞ് വീടിൻ്റെ പുറത്ത് കിടക്കുന്ന കൽഭരണി പോലെയാണ് എൻ്റെ ജീവിതം. പക്ഷെ മാതാവിനോട് പ്രാർത്ഥിക്കുക: പരിശുദ്ധ അമ്മേ, പക്ഷെ എനിക്ക് ഉറപ്പാണ്, അമ്മ അന്ന് കാനായിൽ വന്നതുപോലെ ഇന്ന് ഈ ശുശ്രൂഷ കാണുന്ന എൻ്റെ ജീവിതത്തിൽ എൻ്റെ അമ്മ വന്നാൽ എനിക്കിന്ന് വീട്ടിൽ പ്രവേശിക്കാം, എനിക്കിന്ന് മറ്റുള്ളവരുടെ ഹൃദയത്തിൽ പ്രവേശിക്കാം, എനിക്ക് സ്വർഗത്തിൻ്റെ കൃപയിലേക്ക് ഉയരാം എന്ന് നീ ഇന്ന് വിശ്വസിച്ചോ? അതാണ് വചനം പറയുന്നത്. ആ കൽഭരണിയെ കൊണ്ടുവന്ന് അതിൽ ഈശോ തൊടുകയാണ്. ആ കാണുന്ന ഒന്നിനും കൊള്ളാത്ത കൽഭരണിയുടെ മേൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ കയറിയ വെള്ളമാണ് പിന്നീട് നിറമുള്ള, മണമുള്ള, രുചിയുള്ള വീഞ്ഞായിട്ട് മാറുന്നത്. ഒന്നിനും കൊള്ളില്ലല്ലോ, ആ വെള്ളത്തിന് ഒരു പവറില്ല. പക്ഷെ ആ കൽഭരണിയിൽ അത് നിറഞ്ഞപ്പോ, പരിശുദ്ധ മറിയത്തിന്റെ മകൻ വന്നപ്പോ, അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്ന മണിക്കൂറിൽ കൽഭരണി തിളങ്ങാൻ തുടങ്ങുകയാണ്. കൽഭരണിയിലുള്ള വെള്ളത്തിന്റെ മേല് ദൈവത്തിന്റെ അതിശക്തമായ പ്രവൃത്തികൾ സംഭവിക്കാൻ തുടങ്ങുകയാണ്. ഇന്ന് ഈ ആരാധനയിൽ ജപമാല രാജ്ഞിയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ നീ തിരിച്ചറിഞ്ഞോ? ഇന്ന് ഈ മണിക്കൂറിൽ തന്നെ പരിശുദ്ധ മറിയം വഴി നിന്റെ നിറമില്ലാത്ത, മണമില്ലാത്ത, രുചിയില്ലാത്ത നിന്റെ ജീവിതത്തെ അമ്മ ഏറ്റെടുത്ത് അത് നിറമുള്ളതും മണമുള്ളതും രുചിയുള്ളതുമാക്കി മാറ്റുന്ന കൃപയുടെ സമയമാണ്. നമുക്ക് എല്ലാവർക്കും ഒന്ന് കരങ്ങളിൽ ജപമാല എടുത്തൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഈ മണിക്കൂറുകൾ, ഈ വരുന്ന ദിവസങ്ങളിൽ, ഈ ഒക്ടോബർ മാസം 31-ാം തീയതിക്കുള്ളിൽ എൻ്റെ ജീവിതത്തിന്റെ, പൊട്ടിയ ജീവിതത്തിന്റെ, വീടുകളിൽ പ്രവേശിക്കാൻ പറ്റാത്ത എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ഹൃദയത്തിൽ ആർക്കും സ്ഥാനമില്ലാത്ത, ആരുടെ ഹൃദയത്തിലും എനിക്ക് സ്ഥാനമില്ലാത്ത അനുഭവങ്ങൾ ഈ രാത്രി വിട്ടുമാറട്ടെ. അനേകം ഹൃദയങ്ങളിലേക്ക് പരിശുദ്ധ മറിയം വഴി എനിക്ക് ചേക്കേറാൻ എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ ആത്മാവിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ തീക്കാറ്റ് പരിശുദ്ധ മറിയം വഴി നൽകണമേ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുക. എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഏതാണോ നിന്റെ സങ്കടങ്ങൾ, അത് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ സമയത്ത്, ഈ ധ്യാനത്തിന്റെ, ഈ കൃപയുടെ മണിക്കൂറിന്റെ ഈ സമയത്ത്, ഇപ്പോൾ തന്നെ ഇത് സ്വീകാര്യമായ സമയത്തിൽ നീ സമർപ്പിച്ച് പ്രാർത്ഥിക്കേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തുതി. നിങ്ങളവരെ, എനിക്ക് ഉള്ളിലുള്ളൊരു വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ദിവസങ്ങളിലൊന്നും അങ്ങനെ ധ്യാനം ചെയ്യണതല്ല, പക്ഷേ ഇതൊരു പ്രത്യേക സാഹചര്യം കൊണ്ടാണ് ഇന്നിവിടെ എത്തുന്നത്. എന്ന് പറഞ്ഞാൽ, മാതാവിൻ്റെ മക്കളോട് ചില കാര്യങ്ങൾ പറയണം. മാതാവിൻ്റെ മക്കളോട് ചില കാര്യങ്ങൾ പറയണം എന്ന് പറഞ്ഞിട്ട് പരിശുദ്ധ അമ്മ പറയണത് ഇങ്ങനെയാണ്: എൻ്റെ മക്കൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഒത്തിരി മക്കളുണ്ട്. മറ്റേത് കാലഘട്ടത്തെക്കാൾ കൂടുതൽ സങ്കടം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങൾ ഈ കാലഘട്ടത്തിലുണ്ട്. ഒരുപാട് രോഗാവസ്ഥയിൽ കഴിയുന്നവര്, സാമ്പത്തിക ബാധ്യതയിൽ കഴിയുന്നവര്, നിരാശ നിറഞ്ഞ അനുഭവങ്ങളിലൂടെ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നവര്. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ മാർപ്പാപ്പയൊക്കെ പറയുന്നത്, ലയോ 14-ാമൻ മാർപ്പാപ്പയൊക്കെ പറഞ്ഞത് എന്താ? ഈ സ്വർഗരാജ്ഞിയുടെ തിരുനാൾ ദിവസം ജൂലൈ മാസം മാർപ്പാപ്പ പറയാണ്, ലോകത്തിന് വേണ്ടി പരിശുദ്ധ അമ്മയുടെ അടുത്ത് മുട്ടൂത്ത്. അങ്ങനെയാണ് പറയണേ.
പരിശുദ്ധ അമ്മയുടെ അടുത്ത് മുട്ടുകുത്തി അമ്മയോട് ചേർന്ന് സ്വർഗരാജ്ഞിയായ പരിശുദ്ധ മറിയമേ എന്ന് പറഞ്ഞ് ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പുതിയ ഇടയനായ ലയോ 14 മാർപ്പാപ്പ പറയുന്നതിൻ്റെ കാരണം എങ്ങനെയാണ്? ലോകം അത്രമേൽ അസ്വസ്ഥത. നിങ്ങൾ യുദ്ധങ്ങളെ പറ്റി കേൾക്കും, അവയെ പറ്റിയുള്ള കിംവദന്തികൾ ഉണ്ടാകും. രാജ്യം രാജ്യത്തിനെതിരെ, കുടുംബം കുടുംബത്തിനെതിരെ എന്ന് പറയുന്ന വചനത്തിൻ്റെ ഫുൾഫിൽമെന്റ് നടന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ സംജാതം. പക്ഷെ ആ കാലഘട്ടത്തിൽ അതിനെ അതിജീവിക്കാൻ ആർക്കാ പറ്റാൻ ചോദിക്കുമ്പോൾ അവിടെയാണ് മാതാവിൻ്റെ ശക്തി. അതുകൊണ്ടാണ് നമ്മൾ ഈ ജപമാല രാജ്ഞി എന്ന് പറയുന്ന പ്രോഗ്രാമൊക്കെ ഈ ഒരു 31 ദിവസം മറ്റേത് വർഷത്തേക്കാൾ കൂടുതൽ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ അമ്മയോട് ചേർന്ന് നിൽക്കുന്നവരുടെ കണ്ണീര് അമ്മ എടുത്തു മാറ്റും, അമ്മ ഇടപെടും. അമ്മയുടെ പ്രത്യേകത എന്താ? അമ്മയുടെ പ്രത്യേകത ഇതാണ്, നിന്റെ ജീവിതത്തെ അമ്മ എടുത്ത് അമ്മയുടെ മകൻ്റെ കരങ്ങളിൽ കൊടുത്ത് അത് പോളിഷ് ദി ലൈഫാക്കി മാറ്റിത്തരും. പൊട്ടിയ നിന്റെ കുടമാണോ, നിന്റെ പൊട്ടൽ മാറ്റും. നിന്റെ ജീവിതത്തിൽ നിറമില്ലാത്ത അവസ്ഥയാണോ, നിറം നൽകും. മണമില്ലാത്ത അവസ്ഥയാണോ, മണം നൽകി നിന്റെ ജീവിതത്തെ അമ്മ ഇങ്ങനെ എടുത്ത് ഉയർത്തും. നിന്റെ സമയം ദൈവീക സമയത്തിലേക്ക് അമ്മ ഇങ്ങനെ കൊണ്ടുവരും. അതല്ല ഈശോ പറയണത്, എൻ്റെ സമയമായിട്ടില്ല. പക്ഷെ മാതാവ് പറഞ്ഞു, അങ്ങനെയല്ല മോനെ, സമയത്തിലേക്ക് എൻ്റെ മക്കളെ കൊണ്ടുപോവാ, എൻ്റെ മക്കൾക്ക് ഈ സമയം കൊടുക്ക്. നിങ്ങൾ ആരൊക്കെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുന്നുണ്ടോ, നിങ്ങളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന നന്മ അത് വളരെ എളുപ്പത്തിലാക്കുന്ന പ്രക്രിയയാണ്. അതാണ് അമ്മയുടെ പ്രത്യേകത. അമ്മയോട് ചേർന്ന് നിൽക്കുന്ന മക്കളുടെ പ്രത്യേകത എന്താ? അമ്മ ചെയ്യുന്ന കാര്യം അമ്മയുടെ മക്കളുടെ അടുത്ത് ലഭിക്കാനിരിക്കുന്ന അനുഗ്രഹങ്ങൾ, ഒരുപക്ഷെ അടുത്ത വർഷം ലഭിക്കാനിരിക്കുന്ന അനുഗ്രഹങ്ങൾ നീ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് അടുത്ത വർഷത്തിൽ നിന്ന് ഇന്നേക്കിന്ന്, അതാണ് എൻ്റെ സമയമായിട്ടില്ല എന്ന് പറയുമ്പോൾ മാതാവ് പറഞ്ഞിട്ട് ആ സമയം ഇങ്ങനെ ആക്കി കൊടുക്കാം. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ശുശ്രൂഷയിൽ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ, ജപമാലയോട് ചേർന്ന് ജപമാല പ്രാർത്ഥന ചൊല്ലുന്നതൊക്കെ പറയും. അപ്പം ഞാൻ ഇന്ന് ഈ ഒരു സെഷനൊക്കെ ഒന്നും കൂടി ഒന്ന് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ 3 കാര്യങ്ങളാണ് ഒരാൾ പരിശുദ്ധ അമ്മയോട് അല്ലെങ്കിൽ ജപമാല ചൊല്ലുമ്പോൾ ഒരു മനുഷ്യന് കിട്ടുക. ഒന്നാമത്തെ കാര്യം എങ്ങനെയാണ്? അവൻ്റെ ജീവിതത്തിൽ ഒരു ശക്തി സ്വർഗത്തിൽ നിന്ന് കിട്ടും. ഇന്നേ വരെ കിട്ടാത്ത ഒരു ശക്തി കൊണ്ട് ഒരു മനുഷ്യൻ ഇങ്ങനെ നിറയപ്പെടും എന്ന് പറഞ്ഞാൽ ശക്തനായിട്ട് തീരും. മറ്റുള്ളവർ കാണുമ്പോൾ തോന്നുന്നു നമുക്കൊരു ശക്തിയില്ല. ഇപ്പോൾ മോശയെ കുറിച്ച് പറയില്ലേ, മോശയ്ക്ക് ഒരു ശക്തി ഉണ്ടായിരുന്നില്ല, മോശ വിക്കനായ മനുഷ്യനായിരുന്നു. പക്ഷേ അവൻ ദൈവത്തിൻ്റെ അടുത്ത് ചേർന്ന് നിന്നപ്പോൾ മോശയുടെ വിക്ക് മാറ്റി ഇസ്രായേൽ എന്ന് പറയുന്ന ആ ജനത്തെ മുഴുവൻ നയിക്കാനുള്ള ശക്തി ദൈവം കൊടുത്തു. അപ്പം അതുപോലെയാണ് പരിശുദ്ധ അമ്മയ്ക്ക് കൊടുത്തിരിക്കുന്ന ഒരു കൃപ. അമ്മയുടെ മക്കള് അമ്മയുടെ അടുത്ത് വന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാൽ അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ ശക്തി ഇങ്ങനെ അറിയാത്ത രീതിയിലുള്ള ശക്തി ലഭിക്കും. ഞാൻ ഇങ്ങനെ ഒരു അച്ഛനായിട്ട് നിൽക്കുമ്പോൾ എൻ്റെ ഉള്ളിലുള്ളൊരു സന്തോഷം എന്ന് പറയുന്നത് മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ കിട്ടുന്ന ഒരു ശക്തിയാണ്. ഇന്നേ വരെ കിട്ടാത്ത ശക്തി എന്ന് പറഞ്ഞാൽ അത്ഭുതത്തിൻ്റെ ശക്തി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് ഓർമ്മയുണ്ട്, കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് ഇനി ഡിവൈനിലാണ് ശുശ്രൂഷ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് തടത്തിലച്ഛനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ പെട്ടെന്ന് പരിശുദ്ധ അമ്മയുടെ ഒരു മാധ്യസ്ഥമൊക്കെ കിട്ടി. കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ ഒരു നൊവേന നമ്മൾ എഴുതുകയാണ്. അപ്പം ഞാൻ ആ നൊവേന എഴുതുന്ന സമയത്ത് കുരുക്കഴിക്കുന്ന മാതാവിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, അമ്മയുടെ കാലുമേ ഒരു സർപ്പം ഇങ്ങനെ ചുറ്റി നിൽക്കും. അമ്മ ആ സർപ്പത്തിൻ്റെ തല തകർക്കുന്നതാണ് നമ്മളിങ്ങനെ കാണുന്നത്. അപ്പം ഞാൻ ഈ ഒരു കാര്യം ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ അമ്മ പറയുന്നത് ഇങ്ങനെയാണ്, സർപ്പത്തിൻ്റെ തല തകർത്ത അമ്മയാണ് ഞാൻ, കുരുക്കഴിക്കുന്ന അമ്മയാണ്, നിന്റെ ജീവിതത്തിൻ്റെ കുരുക്കനുഭവങ്ങൾ മാറ്റിത്തരും. നീ ജപമാല ചൊല്ലി വചനം വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ അസാധ്യമായ കാര്യങ്ങൾ സംഭവിക്കുമെന്ന് പറഞ്ഞിട്ടാണ് നമ്മളതിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അതിങ്ങനെ എഴുതുന്ന സമയത്ത് ഞാനിങ്ങനെ മാതാവിൻ്റെ രൂപം നോക്കിയിട്ടാണ് ഇതിലെ വരികൾ ഇങ്ങനെ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ ഏറ്റവും പുതിയ നൊവേന എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ അതിൻ്റെ ടൈറ്റിൽ എഴുതുന്ന, അതിനുശേഷം ഇങ്ങനെ എഴുതുന്ന വരി ഇങ്ങനെയാണ്, സർപ്പത്തിൻ്റെ തല തകർത്ത പരിശുദ്ധ മറിയം നിന്റെ ജീവിതത്തിൻ്റെ കുരുക്കഴിക്കും. ഇങ്ങനെ ഞാനിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മാതാവിനോട് പറഞ്ഞു, മാതാവ് ഇതൊക്കെ സത്യമാണോ? നീ കുരുക്കഴിക്കുന്ന അമ്മയാണ്, ശക്തിയുള്ള അമ്മയാണെന്നൊക്കെ പറയണത് ശരിക്കും അതൊക്കെ റെഡിയാണോ എന്നിങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു മാനുഷികമായ ചിന്തയോടുകൂടെ സ്നേഹമുള്ളവരെ ഞാനിങ്ങനെ പരിശുദ്ധ അമ്മയുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കാം. അപ്പോൾ ആ സമയത്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്നേഹമുള്ളവരെ പെട്ടെന്ന് എനിക്കൊരു ഫോൺ വരിക. ഞാനിങ്ങനെ ഫോൺ എടുക്കുന്ന സമയത്ത് എൻ്റെ മുമ്പുണ്ടായിരുന്ന ഇടവകയിലത്തെ ഒരു സഹോദരനാണ്. അദ്ദേഹത്തിൻ്റെ ഫോൺ ഞാൻ എടുക്കണോ എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് മാധവ് പറഞ്ഞു, ഇത് പെട്ടെന്ന് എടുക്ക്. സാധാരണ നമ്മളിങ്ങനെ എഴുതുന്ന സമയത്ത് ഫോൺ എടുക്കില്ല, പക്ഷെ ഇത് എടുക്കാൻ പറഞ്ഞ് ഞാൻ എടുക്കുമ്പോൾ ജെറോം എന്ന് പറയുന്ന ഒരു ചേട്ടനാണ്, തൈക്കാട്ടുശ്ശേരിയിലുള്ള ജെറോം എന്ന് പറയുന്ന ചേട്ടനാണ് എന്നെ വിളിക്കുന്നത്. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛന് ഓർമ്മയില്ലേ നമ്മുടെ ഇടവകയിലുള്ള ആൻഡോ ചേട്ടൻ? കഴിഞ്ഞ തിരുനാളിന് നമ്മളുടെ ഇടവകയിൽ ഡെക്കറേഷൻ ചെയ്യുമ്പോൾ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ ആ ഫോട്ടോയൊക്കെ ഡെക്കറേറ്റ് ചെയ്തതും അതിൽ LED ബൾബൊക്കെ വെച്ചിട്ടുള്ള ചേട്ടൻ ആൻഡോ ചേട്ടൻ അറിയില്ല അച്ഛനെ? ഞാൻ പറഞ്ഞു, അറിയേട്ടാ.
അത് പറഞ്ഞിട്ട് 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ ജെറോമ ചേട്ടൻ ഇങ്ങനെ സങ്കടത്തോടെ പറഞ്ഞു, അച്ഛാ ഇന്ന് രാവിലെ പുത്തൻവേലിക്കര വെച്ചിട്ട് അദ്ദേഹത്തെ പാമ്പ് കടിച്ചു, 6 അടി നീളമുള്ള അണലി കടിച്ചു. എന്നിട്ട് ഇദ്ദേഹം എനിക്ക് ഫോട്ടോ അയച്ചു തന്നു. കണ്ടാൽ നമുക്ക് പേടിയാവും, 6 അടിയിലുള്ള പാമ്പ്. അതിനുശേഷം പറഞ്ഞേ ഇത് ഇദ്ദേഹത്തെ കടിച്ചു വെച്ചാ. കടിച്ചു കഴിഞ്ഞിട്ട് ഇദ്ദേഹം അതിനെ കൊന്ന് അതിനെയും കൊണ്ടൊക്കെ ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പോഴേക്കും സീൻ അത്രയും ഡേഞ്ചറാണ്. അവനിപ്പോഴും ഓർമ്മയുണ്ട്. പക്ഷെ ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് നാളെ ആകുമ്പോഴേക്കും അവൻ്റെ ജീവിതം തീരും. കാരണം ബ്ലഡിൽ മുഴുവൻ ഇങ്ങനെ ഈ അണലിയുടെ വിഷം അത്രമേൽ കയറിയിട്ടുണ്ട്. അവൻ്റെ ശക്തി മുഴുവൻ ചോർന്നുപോയി. അങ്ങനെയുള്ളൊരു വചനമാണ് പറഞ്ഞത് അദ്ദേഹം. ജെറോമേട്ടൻ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ ശക്തി മുഴുവൻ പോയി. അച്ഛനറിയാലോ, ഇപ്പോൾ ഈ പറയുന്ന ആൻഡോ എന്ന് പറയുന്ന ചേട്ടൻ നല്ല മനുഷ്യനെന്ന് പറഞ്ഞാൽ നല്ല ഉരുക്ക് ശരീരം എന്നൊക്കെ പറയുന്ന എല്ലാ കാര്യത്തിനും ഇടവകയോടും കുടുംബത്തോടും ഒക്കെ അത്രയും വിശ്വസ്തയോടുകൂടി നിൽക്കുന്ന ചേട്ടൻ. ആ മനുഷ്യനാണ് എന്നോട് പറയണ, അച്ഛാ ശക്തി പോയി, ഈ രാത്രി ഈ പാമ്പിടിയേറ്റ് അദ്ദേഹം മരിക്കും, അദ്ദേഹം ഇങ്ങനെ ഈ പറയുന്ന മരുന്നിനോട് പ്രതികരിക്കണില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, അച്ഛൻ പ്രാർത്ഥിക്കണം കേട്ടോ, അച്ഛൻ പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു വരാം, ഞാനിവിടെ നിൽക്കാം. പറഞ്ഞു അച്ഛൻ വരണ്ട അച്ഛാ, അച്ഛൻ ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ ഫോൺ കട്ട് ചെയ്തപ്പോൾ ഞാൻ വീണ്ടും നോക്കുന്നത് ഈ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ റൈറ്റിങ്ങിലാണ്. അതിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, സർപ്പത്തിൻ്റെ തല തകർത്ത അമ്മ, ശക്തി നൽകുന്ന അമ്മ. ഇത് ഞാൻ എഴുതി കഴിഞ്ഞിട്ട് ഈ പേന ഇങ്ങനെ കയ്യിലെടുത്ത് വെച്ചിട്ട് നീക്കിയത് വെച്ച് ഞാൻ ഈ ജപമാല എടുത്തു. അമ്മോട് പറഞ്ഞു, അമ്മ ഇനി അമ്മയ്ക്ക് ശക്തി ഉണ്ടെങ്കിൽ, സർപ്പത്തിൻ്റെ തല തകർക്കുന്ന അമ്മയാണെങ്കിൽ, എനിക്ക് എൻ്റെ ജീവിതത്തിൽ അമ്മ വഴി എൻ്റെ ദൈവം ചെയ്യുന്ന ഒരു അത്ഭുത പ്രവൃത്തി എനിക്ക് കാണണം. ഐ വാണ്ട് ടു ഗെറ്റ് മിറാക്കിൾ ഫ്രം ഹെവൻ. എനിക്ക് സ്വർഗത്തിൽ നിന്നൊരു അത്ഭുതം കിട്ടണം. അതിന് ഞാൻ എൻ്റെ പേന മാറ്റി വെക്കണ്. ഇനി ദേ ജപമാല എടുത്ത് ഞാൻ ചൊല്ലാൻ തുടങ്ങാണ്. ജപമാല ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ അത് കണ്ടില്ലെങ്കിൽ ഞാൻ ഈ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ നൊവേന ഞാൻ കീറിക്കളയും എന്ന് പറഞ്ഞു അമ്മയുടെ അടുത്ത്. എൻ്റെ സ്നേഹമുള്ളവരെ, നിങ്ങൾക്കറിയോ പരിശുദ്ധ അമ്മയുടെ അടുത്തിരുന്ന് അന്ന് രാത്രി മുഴുവൻ ജപമാല ചൊല്ലിക്കഴിഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മ എൻ്റെ പ്രാർത്ഥന കേട്ട്, ലോകത്തിൻ്റെ പ്രാർത്ഥന കേട്ട്, ആൻഡോ എന്ന് പറയുന്ന ചേട്ടൻ്റെ ജീവിത പങ്കാളിയുടെ മക്കളുടെ കുടുംബത്തിൻ്റെ ആ നാട്ടിലുള്ള മനുഷ്യരുടെ മുഴുവൻ പ്രാർത്ഥന കേട്ട് രാവിലെയാവുമ്പോഴേക്കും ജെറോമേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ എന്തോ ഒരു ശക്തി അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ 28-ാം തീയതി അമ്മയുടെ തിരുനാൾ ദിവസം പ്രാർത്ഥിക്കുന്ന സമയത്ത് അതിനുവേണ്ടി ഒരുങ്ങി മാതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഈ ആൻഡോ ചേട്ടൻ എനിക്ക് വീഡിയോ കോൾ ചെയ്തിട്ട് പറയാം, അച്ഛാ എൻ്റെ ശക്തി എൻ്റെ പരിശുദ്ധ അമ്മ എനിക്ക് തിരിച്ചു തന്നു. എൻ്റെ ജീവിതത്തിൽ ഞാനിങ്ങനെ മരണത്തിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് കണ്ടതാ. നമ്മൾ പറയില്ലേ മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വര. ആ താഴ്വരയിലൂടെ കടന്ന എന്നെ ഏറ്റെടുത്തത് ഈ ജപമാലയാണ്. എൻ്റെ സ്നേഹമുള്ളവരെ, നിന്റെ ജീവിതത്തിൽ ഒരുപക്ഷെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ആരുടെയൊക്കെയോ ജീവിതത്തിൽ ശക്തി പോർന്നിട്ടുണ്ടെങ്കിൽ നീ ഈ ദിവസം അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ അമ്മ നിന്റെ ജീവിതത്തിൽ ശക്തി നൽകും. 2, നിന്നെ അമ്മ ചിറകടിച്ചുയരാനായിട്ട് പഠിപ്പിക്കും. നമ്മളത് അടുത്ത ടോക്കിൽ കേൾക്കാം. പരിശുദ്ധ അമ്മ ചെയ്യുന്ന 2ാമത്തെ പ്രവൃത്തി അങ്ങനെയാണ്. അമ്മയുടെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അമ്മ നമ്മളിങ്ങനെ വെറുതെ ഇരുത്തില്ല. അമ്മ ഇങ്ങനെ നമ്മളെ ഇങ്ങനെ അത്യുന്നതൻ്റെ അടുത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോകുന്ന അനുഭവത്തിലേക്ക് എത്തും. 3, നിന്റെ ജീവിതത്തിൽ തളർച്ച മാറ്റി ശക്തിപ്പെടുത്തുന്ന അമ്മയുടെ അത്ഭുത പ്രവൃത്തികൾ കാണും. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഈ ഒരു സെഷൻ ഇങ്ങനെ ക്ലോസ് ചെയ്യുമ്പോൾ മാതാവിനോട് ഈ സമയത്ത് പ്രാർത്ഥിക്കുക. ഒരു മിനിറ്റ് എല്ലാവരും ഒന്ന് കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി ഈ ജപമാല മാസത്തിൽ നമ്മൾ ഈ കേട്ട വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വചനം എഴുതിയിരിക്കുന്നു 45-ാം അധ്യായം. എല്ലാവരും കണ്ണുകൾ അടച്ച് സങ്കീർത്തനം 45-ാം അധ്യായം മനസ്സിൽ ധ്യാനിക്കുക. 5-ാം അധ്യായം അതിൻ്റെ 8-ാം തിരുവചനത്തിൽ പറയുന്നു, അന്തപുരവനിതകളിൽ രാജകുമാരിമാരുണ്ട്, നിന്റെ വലതുവശത്ത് ഓഫീർ സ്വർണ്ണമണിഞ്ഞ രാജ്ഞി നിൽക്കുന്നു. ഈ രാജ്ഞി പഴയ നിയമത്തിൽ സങ്കീർത്തനം 45:8 എഴുതിയിരിക്കുന്ന 45:9 എഴുതിയിരിക്കുന്ന ആ രാജ്ഞി പരിശുദ്ധ മറിയമാണ്. നിന്റെ ജീവിതത്തിൽ ഇവൾ സ്വർഗത്തിൻ്റെ കിരീടം ചാർത്തുന്ന അമ്മയാണ്. പൊട്ടിപ്പൊളിഞ്ഞ, ചുളുങ്ങിപ്പോയ, വാടിപ്പോയ, കെട്ടുപോയ നിന്റെ ജീവിതത്തിൽ നീ ഇന്ന് ജപമാല കയ്യിലെടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ അമ്മ വഴി നിന്റെ ജീവിതത്തിൽ ഒരു വലിയ ശക്തി വന്ന് നിറയും. അവരെല്ലാവരും ശക്തിപ്പെട്ടു എന്ന തിരുവചനം അവളോട് ചേർന്ന് അവർ പ്രാർത്ഥിച്ചപ്പോൾ, ഭയചകിതരായി പ്രാർത്ഥിച്ചവരുടെ മധ്യേ വെളിപാടിൻ്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ, നടപടി പുസ്തകം 2-ൽ പറയുന്നത് പോലെ ഒരു അഭിഷേകത്തിൻ്റെ പകർച്ച അവരെല്ലാവരും അനുഭവിച്ചു. അവരെല്ലാവരും ആ രാത്രി അവർ ഭയന്നിരിക്കുന്ന
പ്രാർത്ഥിക്കുന്നവർ ഒരു ഇടമുഴക്കം പോലെ ഒരു സ്വരം, ഒരു ശക്തമായ സ്വരം. അപ്പോൾ ആരൊക്കെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നു, പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ചില ദൈവമക്കളുടെ ജീവിതത്തിൽ എഴുന്നേൽക്കാൻ പറ്റാത്ത, ക്ഷീണിച്ചിരിക്കുന്ന, തളർന്നിരിക്കുന്ന രോഗാവസ്ഥകൾ, സാമ്പത്തിക പ്രതിസന്ധികൾ, എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത കുടുംബ ഭാരങ്ങളുമായിട്ട് നിൽക്കുന്നവര് പരിശുദ്ധ മറിയത്തിന്റെ മകനായ യേശു പരിശുദ്ധ മറിയം വഴി എഴുന്നേൽപ്പിച്ച് ശക്തിപ്പെടുത്തുന്ന സമയം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മാതാവേ, നീ എന്റെ ജീവിതത്തിൽ ഇടപെടണമേ എന്ന് പ്രാർത്ഥിച്ചു. ഒരിക്കൽ കൂടെ ഒന്ന് സ്തുതിച്ച് ഒരു ദൈവശക്തി. തുടർന്ന് നമ്മൾ ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് പ്രവേശിക്കുമ്പോൾ ദിവ്യകാരുണ്യ ഈശോയുടെ ശക്തിയാൽ ഇപ്പോൾ വീണുപോയ അനുഭവങ്ങളിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്ന, ശക്തിപ്പെടുത്തുന്ന അനുഭവത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. തുടർന്ന് നമുക്ക് ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് പ്രവേശിക്കാം. നീ എൻ്റെ സങ്കേതവും ആമേൻ. നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ, നീ എൻ ദൈവം. എല്ലാവരും ഈശോയിലേക്ക് കരങ്ങൾ നീട്ടി പാടട്ടെ. നീ എൻ്റെ സങ്കേതവും, നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ, നീ എൻ ദൈവം. എല്ലാ സഹനാനുഭവങ്ങളോടും കൂടെ ആരാധിക്കും ഞാൻ, ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ. എല്ലാ ദൈവമക്കളും ഈശോയിലേക്ക് നോക്കി കരങ്ങൾ ഉയർത്തി. കർത്താവേ, ദൈവിക പ്രവൃത്തി മണിക്കൂറിൽ സംഭവിക്കണമേ, പരിശുദ്ധ മറിയം വഴി എന്ന് പ്രാർത്ഥിച്ചു പാടട്ടെ. സേവിച്ചിടും ഞാനൻ സർവ്വവുമായി അടിയനിതാ. അടിയനിതാ, എല്ലാവരും ചേർന്ന് അടിയനിതാ, അടിയനിതാ നാഥ, അടിയനിതാ നാഥ, അടിയനിതാ നാഥ, അടിയനിതാ. സങ്കീർത്തനം 3-ാം അധ്യായത്തിൽ ദാവീദ് ഒരു അടിമയെപ്പോലെ ദൈവത്തിന്റെ അടുത്ത് വന്ന് കരയുന്നതാണ് തിരുവചന ഭാഗം. നീ എന്റെ സങ്കേതമാണ്, നീ എന്റെ അഭയമാണ് എന്ന് ദാവീദിന് പറയാൻ കഴിഞ്ഞത് ദാവീദിന്റെ ജീവിതത്തിന്റെ സങ്കടത്തിന്റെ അധ്യായമാണ് സങ്കീർത്തന പുസ്തകം 3-ാം അധ്യായം. എന്ന് പറഞ്ഞാൽ കൂടെ നിന്ന സ്വന്തം മകൻ അബ്സലോം പോലും ദാവീദിന് അഭയമായില്ലാത്ത സമയം, കൂടെ നിന്ന എല്ലാ വ്യക്തികളും അവനെതിരെ തിരിഞ്ഞ് എല്ലാം നഷ്ടപ്പെട്ട് ദുരിതം മാത്രമെന്ന് പറയുന്ന സമയത്താണ് ദാവീദ് ദൈവത്തിന്റെ അടുത്ത് ഓടി വന്ന് കരയുന്ന തിരുവചന ഭാഗമാണ് സങ്കീർത്തന പുസ്തകം 3-ാം അധ്യായം. ഒരുപക്ഷെ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന നിന്റെ ജീവിതത്തിൽ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന്, ജപമാല രാജ്ഞിയായ പരിശുദ്ധ മറിയത്തോട് ചേർന്ന് ഈ സമയത്ത് അമ്മയുടെ അടുത്ത് നിന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ ദാവീദിനെ പോലെ വേദനയിലൂടെ കടന്നു പോകുന്നവരാവാം നമ്മൾ. സ്വന്തം മകൻ പോലും നഷ്ടപ്പെട്ടു പോയ, സ്വന്തം മകൻ പോലും മനസ്സിലാക്കാതെ പലരും പലതും പറഞ്ഞ് ദാവീദിനെ വേദനിപ്പിച്ചതുപോലെ ഏതെങ്കിലുമൊക്കെ വേദനയിലൂടെ കടന്നു പോകുന്നവരാവാം ഇന്ന്. പക്ഷെ നീ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാൽ വചനം പറയുന്നത് ഇങ്ങനെയാണ്: പലരും പലതും പറയട്ടെ. ആരാധനയിൽ പങ്കെടുക്കുന്നവരോട് പരിശുദ്ധ മറിയം പറയാണ്, എൻ്റെ കുഞ്ഞെ, നീ എന്തിനാ മറ്റുള്ളവർ പറയുന്നത് കേട്ട് സങ്കടപ്പെടുന്നത്? മറ്റുള്ളവരെ പറയുന്നത് കേട്ട് നിന്റെ മുഖം വാടാനുള്ളതോ മറ്റുള്ളവർ പറഞ്ഞ് നിന്റെ ജീവിതം തീർക്കാനുള്ളതോ അല്ല. മറിച്ച് നീ ജപമാല കയ്യിലെടുത്ത് അമ്മയോട് ചേർന്ന് നീ പ്രാർത്ഥിച്ചാൽ ദാവീദിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അങ്ങനെയാണ്. ദാവീദ് ദൈവത്തിന്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ കരഞ്ഞു വന്നവനാണ്. എനിക്ക് മക്കളില്ല, സഹോദരങ്ങളില്ല, എൻ്റെ രാജ്യമില്ല, എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് കരഞ്ഞിരിക്കുന്ന സമയത്ത് സങ്കീർത്തനം 3-ാം അധ്യായം 3-ാം തിരുവചനം അവൻ തിരിച്ചറിഞ്ഞ ഒരു യാഥാർത്ഥ്യമുണ്ട്.
എൻ്റെ ദൈവം എന്നെ രക്ഷിക്കും. അവിടുന്ന് എൻ്റെ കവചമാണ്, അവിടുന്ന് എൻ്റെ സങ്കേതമാണ്, അവിടുന്ന് എൻ്റെ ജീവിതത്തിലെ തലയുയർത്തി നിർത്താൻ എന്നെ ശക്തിപ്പെടുത്തും. കരങ്ങൾ ഉയർത്തട്ടെ എല്ലാ ദൈവമക്കളും. ഈ ആരാധനയിൽ പങ്കെടുക്കുന്നവര്, ഇതൊരു ദൈവശക്തിയുടെ പ്രവൃത്തിയാണ്. കർത്താവിന്റെ വചനം പറയുന്നത് ഇപ്രകാരമാണ്, 3-ാം അധ്യായത്തിന്റെ 3-ാം തിരുവചനം. കർത്താവേ, അങ്ങാണ് എൻ്റെ രക്ഷാ കവചവും എൻ്റെ മഹത്വവും, എന്നെ ശിരസുയർത്തി നിർത്തുന്നതും അവിടുന്ന് തന്നെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ദൈവമക്കളോട് അവിടുന്ന് ഇതാണ് പറയുന്നത്. ദാവീദിനെ പോലെ നീ കരയുന്നുണ്ടെങ്കിൽ കരങ്ങളിൽ ജപമാല എടുത്ത് അമ്മയോട് ചേർന്ന് ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിൽ നിന്ന് നീ ഇങ്ങനെ പ്രാർത്ഥിച്ചോ. അച്ഛൻ ചൊല്ലിത്തരുന്ന ഈ വചനം ഏറ്റു നീ ചൊല്ലി പ്രാർത്ഥിച്ചാൽ നിനക്ക് സംഭവിക്കുന്നത്, നിന്റെ ജീവിതത്തിൽ ശിരസ് താണുപോയ, തകർന്നുപോയ, വീണുപോയ അനുഭവത്തിൽ നിന്ന് ഇപ്പോൾ തന്നെ നിന്റെ ശിരസുയർത്തുമാർ ഒരു ദൈവപ്രവൃത്തി സംഭവിക്കും. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ എല്ലാവരും. അതരം തുറന്നേ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ദിവ്യകാരുണ്യ യേശുവിലേക്ക് നോക്കി പരിശുദ്ധ അമ്മയോട് ചേർന്ന് അച്ഛൻ ചൊല്ലിത്തരുന്ന ഈ വചനം ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ശിരസ് താണുപോയ അനുഭവങ്ങൾ, നാണക്കേടിന്റെ, ലജ്ജയുടെ, രോഗത്തിന്റെ, സാമ്പത്തിക നഷ്ടത്തിന്റെ, പ്രതികൂല സാഹചര്യങ്ങളുടെ, കുടുംബം ഒറ്റപ്പെടുത്തിയ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരെല്ലാവരെയും ഇന്ന് ഈ ആരാധന വഴി പരിശുദ്ധ മറിയത്തോട് ചേർന്ന് നീ അരമണിക്കൂർ നേരം പ്രാർത്ഥിക്കും. നിന്റെ ദൈവം ഒരു അത്ഭുതത്തിന്റെ പ്രവൃത്തി ചൊല്ലുകയാണ്. ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവേ, 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 അങ്ങാണ് എന്റെ രക്ഷാ കവചവും എന്റെ മഹത്വവും, എന്റെ മഹത്വവും, എന്നെ ശിരസുയർത്തി നിർത്തുന്നതും അവിടുന്ന് തന്നെ. എന്നെ ശിരസുയർത്തി നിർത്തുന്നതും അവിടുന്ന് തന്നെ. കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. നമ്മൾ ഈ ആരാധന വലിയ കൃപയോടുകൂടെ നിങ്ങൾ പങ്കെടുത്തോ. ഈ സമയത്ത് കർത്താവ് പറയുന്നത്, നിന്റെ ശിരസ് താണുപോയ അനുഭവങ്ങളിൽ നിന്ന് ദാവീദ് ശിരസുയർത്തി. ബിക്കോസ് അവൻ ദൈവത്തിൽ ആശ്രയിച്ചു. നീ എന്റെ സങ്കേതം, നീ എന്റെ കോട്ട, നീ എന്റെ രക്ഷകൻ എന്ന് പറഞ്ഞ് ദാവീദ് മുട്ടുമടക്കിയപ്പോൾ നമ്മൾ ഈ പാടിയ ഈരടികൾ ഒരിക്കൽ കൂടെ പാടി പ്രാർത്ഥിക്കുകയാണ്. നീ എന്റെ സങ്കേതം, നീ എന്റെ ശരണം, നീ എന്റെ ആശ്രയം എന്ന് പറഞ്ഞു പാടുമ്പോൾ 3:3 ഒരു തിരുവചനം, ഒരു അഭിഷേക തിരുവചനമാണ്. പരിശുദ്ധ അമ്മ വഴി ദൈവം നിനക്ക് നൽകുന്ന നല്ല കൃപയുടെ വചനം ഏറ്റെടുത്ത് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ എല്ലാ ദൈവമക്കളും. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ കർത്താവ് കവചമാണ്, കർത്താവ് നിന്നെ രക്ഷിക്കും, അവിടുന്ന് ശിരസുയർത്തും. സ്തുതിക്കട്ടെ എല്ലാവരും. അതിരം തുറന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ മറിയം വഴി മാലാഖമാരുടെ ദൂതഗണങ്ങൾ എല്ലാവരും ഇപ്പോൾ അണിചേരട്ടെ. മാലാഖമാരുടെ വലിയ കൂട്ടായ്മ, ക്ലോവന്മാർ, ശ്രാപ്പന്മാർ, മുഖ്യദൂതനായിരിക്കുന്ന വിശുദ്ധ മിഖായേൽ വഴി ഇപ്പോൾ ദൈവശക്തി വ്യാപരിക്കട്ടെ. തലയുയർന്ന് നിർത്താൻ അവിടുന്ന് ഒരുക്കുന്നു. മലമുകളിലെ ദീപം പോലെ അവിടുന്ന് അനേകം മക്കളെ തൊട്ട് സുഖപ്പെടുത്തുന്നു. രോഗികൾ വിട്ടുമാറട്ടെ, രോഗസൗഖ്യങ്ങൾ സംഭവിക്കട്ടെ. സാമ്പത്തിക മേഖലകളിൽ ദൈവിക പ്രവൃത്തി സംഭവിച്ചുകൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന. കർത്താവിന്റെ ആശീർവാദം നമുക്ക് സ്വീകരിച്ച് പ്രാർത്ഥിക്കാം. ഈ ആശീർവാദം സ്വീകരിക്കുന്ന സമയത്ത് നന്നായി പ്രാർത്ഥിച്ചൊരുങ്ങി. ഈ ദിവസങ്ങളിൽ വികാരണീശോയുടെ ആശീർവാദം അവരെ നോക്കിയവർ പ്രകാശിതരായി. അതേ അനുഭവം, ഇപ്പോൾ ഇരുണ്ടുപോയ അനുഭവങ്ങൾ, താണുപോയ അവസ്ഥകളിൽ നിന്ന് കർത്താവ് നമ്മളെ എടുത്തുയർത്തും എന്ന് വിശ്വസിച്ചുകൊണ്ട് കർത്താവിന്റെ ആശീർവാദം സ്വീകരിക്കാം. ആമേൻ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.